റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL കിരീട നേട്ട ആഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് 11 പേരാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് DGPയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. പ്രാഥമിക റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ഒരു വേദിയിലേക്ക് മാത്രമായി പരിപാടി ചുരുക്കണമെന്ന നിർദ്ദേശം തള്ളിയാണ് പരിപാടി നടത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മുഖ്യമന്ത്രി റഗീസ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിനടുത്ത് നിന്നും തത്സമയം ചേരുകയാണ്. റഗീസ്, യഥാർത്ഥത്തിൽ പോലീസിന് വെള്ളം ഊശാൻ വേണ്ടിയുള്ള റിപ്പോർട്ടാണോ ഇത്? 5000 പോലീസുകാരെയാണ് അവിടെ നിയോഗിച്ചിരുന്നത് സുരക്ഷയ്ക്കെന്നാണ് ഉപമുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ 3 ലക്ഷത്തോളം ആളുകളെത്തിയ ഈ ചടങ്ങിൽ ഈ 5000 പേരെ കൊണ്ട് ഇത് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, എങ്ങനെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുമെന്ന കാര്യം മാത്രം ഉപമുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ല. അവിടെയായിരുന്നു വിരോധാഭാസം. തങ്ങൾ 5000 പോലീസുകാരെ അയച്ചിട്ടുണ്ടല്ലോ എന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറയുന്നു. പക്ഷേ ഈ 5000 പേരെ കൊണ്ട് 3 ലക്ഷത്തോളം പേരെ എങ്ങനെ നിയന്ത്രിക്കാനാണ് എന്നതിൽ ഉപമുഖ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും അധികം വിമർശനമായി മാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും മുഖ്യമന്ത്രിക്ക് DGP പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ പ്രാഥമിക റിപ്പോർട്ടിൽ പോലീസിനെ ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. അനിയന്ത്രിതമായ തിരക്ക് ഉണ്ടായി. സ്റ്റേഡിയത്തിന്റെ പല ഭാഗത്തു നിന്നും, അതായത് ഏതാണ്ട് 21 ഗേറ്റുകളുണ്ട്. ആ 21 ഗേറ്റിലും വലിയ തിരക്കുണ്ടായി. ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പാടുപെട്ടു. അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്കുണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. അതിനേക്കാൾ ഗൗരവകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ ചെറിയ സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. ഈ പരിപാടി ഇന്നലെ നടത്തരുത് എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം മെനഞ്ഞാന്ന് രാത്രി, അതായത് ഈ ഫൈനൽ കഴിഞ്ഞിട്ടുള്ള രാത്രി, നഗരത്തിന്റെ വിവിധ മേഖലകളിലായി ചെറിയ ചെറിയ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഈ RCB ആരാരുടെ വിജയാഘോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടത്താൻ തന്നെ പോലീസ് ഏറെ പണിപ്പെട്ടിരുന്നു. ഏതാണ്ട് പുലർച്ചയോടുകൂടി മാത്രമാണ് ഇവരെ ഒന്ന് അടക്കിയത്. അപ്പോൾ പോലീസുകാരെല്ലാം ക്ഷീണിതരാണ്. ഉച്ചയോടെ കൂടി ഇത്രയും വലിയൊരു സംഘത്തിനെ നിയന്ത്രിക്കാനുള്ള പോലീസ് സ്ട്രെങ്ത് തങ്ങൾക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ DGP അടക്കമുള്ളവർ സർക്കാരിനെ അറിയിച്ചതാണ്. അത് മാത്രമല്ല, ഈ ഒരു ചടങ്ങ് കപ്പ് നേടി പിറ്റേ ദിവസം ആ ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ ആവേശവും ഊർജ്ജവും ഒന്നും ആരാധകർക്ക് ഒട്ടും ചോർന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുമെന്ന് മനസ്സിലാക്കിയിരുന്നു പോലീസ്. അവർ അത് സർക്കാരിനോട് പിന്നീട് ഒരു ദിവസം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഞായറാഴ്ചയിലേക്ക് ഈ വിക്ടറി പരേഡും ഒപ്പം തന്നെ ഈ പറയുന്ന ചടങ്ങുകളും ഒക്കെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സർക്കാരിന് തയ്യാറായില്ല. പിന്നീടാണ് ഒരു പരിപാടിയാക്കി ചുരുക്കണമെന്ന് പറഞ്ഞത്. അതായത് ഈ വിധാൻ സൗദിക്ക് മുന്നിലായുള്ള പവലിയനിൽ ഒരു പ്രത്യേക ചടങ്ങുണ്ടായിരുന്നു. അവിടെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെയും അനുമോദിച്ചു. അതിനുശേഷമാണ് ഈ ഗ്രൗണ്ടിലേക്ക് എത്തി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ താരങ്ങൾ ഒരു വിക്ടറി മാർച്ച് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിയാക്കി ചുരുക്കണമെന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ 2 പരിപാടികളും സർക്കാർ നടത്തി. ആകെ വിക്ടറി പരേഡ് മാത്രമാണ് മാറ്റിവെച്ചത്. ഈ വിധാൻ സൗദയ്ക്ക് മുന്നിലുള്ള തിരക്ക് കണ്ടാൽ തന്നെ നമുക്ക് ഇന്നലെ ഉച്ചയോടെ ഏതാണ്ട് ഏതൊരു മനുഷ്യനും മനസ്സിലാകും എത്രമാത്രം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടെന്ന്. കാരണം അത്രമാത്രം സുരക്ഷയുള്ള വിധാൻ സൗദയ്ക്ക് മുന്നിൽ 10,000 ഇങ്ങനെ തടിച്ചുകൂടി ഒരു ടീം ബസ് വരുന്നത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അതുപോലും നിയന്ത്രിക്കാൻ പാടുപെടുന്ന പോലീസ് എങ്ങനെയാണ് ഇത്രയും ആളുകളെ ഈ സ്റ്റേഡിയത്തിനടുത്ത് വെച്ച് നിയന്ത്രിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് പോലീസിന് മനസ്സിലായി. അവർ അത് സർക്കാരിന് കൈമാറുകയും ചെയ്തു. ഇവിടെയാണ് സർക്കാരിൻ്റെ ഒരു പിടിവാശി, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് ആ തരത്തിലുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ഉടൻ മറ്റു കാര്യങ്ങൾ കൂടി വ്യക്തമാകും. ഓക്കെ, മുഹമ്മദ് റഗീസാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. ഈ അപകടം ഉണ്ടായതിനു ശേഷം നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോരുത്തരും കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഉത്തരവാദിത്തത്തിൽ നിന്ന്.